തുടർച്ചയായ തെരുവുനായ ആക്രമണങ്ങളും പേവിഷബാധയേറ്റുള്ള മരണങ്ങളും സൃഷ്ടിക്കുന്നത് വലിയ ഭീതിയാണ് നാട്ടിൽ. പ്രായഭേദമില്ലാതെ മനുഷ്യർക്ക് കടിയേൽക്കുമ്പോൾ ഇനിയും സിസ്റ്റത്തിന്റെ പോരായ്മയായി മാത്രം കണ്ട് അവഗണിക്കാവുന്ന കാര്യമല്ല ഇത്. സംഭവത്തിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടും സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളും വിശദമായി പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളം. തിരുവനന്തപുരം നഗരത്തിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുക തമ്പാനൂർ ജംഗ്ഷനിലെ തെരുവുനായ്ക്കളുടെ കൂട്ടമാണ്. ഇവിടെ നിന്നും ജില്ലയുടെ ഏത് ഭാഗത്തേക്ക് സഞ്ചരിക്കണമെങ്കിലും ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നായ്ക്കളെ വഴിവക്കിൽ കാണാനാകും. നഗരത്തിലെ ആൾക്കൂട്ടമോ തിരക്കോ നായ്ക്കൾക്ക് പ്രശ്നമല്ല. പേടിക്കാതെ രാത്രിയിൽ നഗരത്തിലൂടെ നടക്കുക എന്നത് മനുഷ്യർക്ക് പ്രയാസവും. ഒരു സമയം കഴിയുമ്പോൾ പട്ടികൾ ഇങ്ങനെ രാത്രി മാത്രമല്ല രാവിലെയും വരാറുണ്ട്. ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പട്ടികൾ കടിക്കാൻ വന്നിട്ട് ഞാൻ ഫോർച്യൂണിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പിന്നെയും പട്ടികൾ ഭയങ്കര അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് അറിയില്ല. വീട്ടിൽ കയറുന്നതിന് നേരത്തേക്ക് ഇങ്ങനെ ചാടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും കുറച്ച് കുട്ടികൾ വന്നിട്ട് എന്നെ അവിടുന്ന് പെട്ടെന്ന് മാറ്റി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ സൂക്ഷിച്ചാണ് നടക്കാറ്. അധികം അങ്ങനെ രാത്രി ഒന്നും പുറത്തിറങ്ങാറില്ല. ഫ്ളാറ്റുകൾക്ക് സംരക്ഷണമൊരുക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരും തമ്പടിച്ചു നിൽക്കുന്ന ഈ നായ്ക്കൂട്ടത്തിന് മുന്നിൽ നിസ്സഹായരാണ്. ഒത്തിരി പ്രശ്നമാകും. കാരണം പിള്ളേർ ഈ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴേ ഒരുപാട് പേടിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. ചിലപ്പോൾ ചാടി വരുന്നതാണ്. എന്തെങ്കിലും ചെറിയ കവറൊക്കെ കൊണ്ടുപോകണം ചാടി വരും. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവണം. തീറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവരടുത്തും പല ആൾക്കാരും കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ഉണ്ട്. എനിക്ക് വന്ന് 10-15 കുട്ടികളുണ്ട്. ബുദ്ധിമുട്ടുണ്ട് ഒരുപാട്. പുലർച്ചെ നടക്കാനിറങ്ങുന്നവർ വടി കൂടി കരുതിയില്ലെങ്കിൽ പണി പാളും. പേടിച്ച് ജോലി ചെയ്യാനെത്തുന്ന ഒരു കൂട്ടരുണ്ട് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ. രാവിലെ പോകുമ്പോൾ ഒരു 4 മണിക്ക് 4:30 എണീറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വലിയ പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ഇത് ചാടി വീഴുന്നതെന്ന് പറയാനൊക്കെയല്ല. അത് നമ്മൾ ഇത്രയോ നാളായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തല്ലേ, എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? വടി ഒരു ബലത്തിന് 85 വയസ്സാണ്. അപ്പോൾ വടിയൊരു ബലമാണ്. ഒരുപാട് പട്ടികളുണ്ട് ഈ മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെ. നമ്മൾ രാവിലെ 5 മണിക്കുള്ള ഡ്യൂട്ടിക്കാണ് കയറുന്നത്. ബുദ്ധിമുട്ട് തന്നെ. നമ്മുടെ കരിയർ വന്ന് അത് തൂറി വയ്ക്കും, പെടുക്കും. പിന്നെ വണ്ടിയിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ കാണും ഈ പിള്ളേരെ കൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 2024 സംസ്ഥാനത്താകെ 3,16,793 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. 2025 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളിൽ 2,24,182 പേർക്കും, അതായത് ശരാശരി ഒരു മാസം 30,000 പേർക്ക് കടിയേൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം 43,562 പേർക്ക് കടിയേറ്റതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 2025 ജൂലൈ വരെ 29,246 പേർക്കും. ഈ വർഷം 11 പേർ ഇതുവരെ പേവിഷബാധയേറ്റ് മരിച്ചു. നഗരത്തിൽ പലയിടത്തും മാലിന്യ സംസ്കരണ രീതികൾ കൃത്യമല്ല. വലിച്ചെറിയുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് കൂട്ടത്തോടെ നായ്ക്കളെത്തും. കടിപിടി കൂടും. വഴി നടക്കുന്നവരെ കടിക്കും. വീട്ടുമുറ്റത്തെത്തിയും കടിക്കും. തെരുവുനായി തെരുവിലേ കിടക്കുള്ളൂ. നമ്മുടെ വീട്ടിലും ഡോഗുണ്ട്. അപ്പോൾ അതെന്താ സുഖമില്ലാത്തതും വണ്ടി ഇടിച്ചതും അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തി വീട്ടിൽ കിടപ്പുണ്ട്. ആരും ഈ ഡോഗ് കൂടുതലും പെരുവാൻ കാര്യം എന്ന് അറിയാമോ, ആദ്യം നല്ല ഡോഗായിരിക്കുമ്പോൾ വീട്ടിൽ വളർത്തും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് പുറത്ത് കളയും. അതാണ് അങ്ങനെ കിടന്നാണ് ഇതിങ്ങനെ പെരുകി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകാമെങ്കിൽ വലിയ ഇതൊന്നും വരത്തില്ല. തലസ്ഥാനത്തെ മാത്രം കാഴ്ചയാണ് കണ്ടത്. സംസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേട്ടുപഴകിയ തെരുവുനായ നിയന്ത്രണത്തിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ അപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.